ഇന്ത്യയിലെ ഏറ്റവും വലിയ നേട്ടമാണ് എന്ന് ഞാൻ പറയാൻ കാര്യം, നമ്മുടെ വണ്ടികളുടെ എണ്ണം 5502. കർണാടക സർക്കാരിൻ്റെ വണ്ടികളുടെ എണ്ണം 50,000. വ്യത്യാസമാണ്. നമുക്ക് അത്രയും വണ്ടിയില്ല. അതായത് അവരുടെ നാട്ടിലെ റോഡിൻ്റെ മേജർ ഷെയർ ഏതാണ്ട് 85-90% ഗവൺമെൻറ് ബസ്സുകൾ തന്നെയാണ് ഓടുന്നത്. പ്രൈവറ്റ് ബസ്സുകൾ വളരെ കുറവാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പ്രൈവറ്റ് ബസ്സിന് വലിയൊരു ഷെയറുണ്ട്. നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകൾ ധാരാളമുണ്ട്. എന്നാൽ കർണാടകത്തിൽ അത്രയും പ്രൈവറ്റ് ബസ്സില്ല. ഏതാണ്ട് 80-85% റൂട്ടുകളും ഗവൺമെൻറ് തന്നെ ഓടിക്കുകയാണ്. അതായത് പൊതുഗതാഗതം അവരെ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ഓടിക്കുന്നത്. തമിഴ്നാട്ടിലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. പ്രൈവറ്റ് ബസ്സുകൾ വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അവരുമായി മത്സരിച്ചുകൊണ്ടാണ്. അവരെ ആരെയും നശിപ്പിച്ചില്ല. പ്രൈവറ്റ് ബസ്സിൻ്റെ തലയ്ക്കൽ ഓടിയില്ല, ഒന്നും ചെയ്തില്ല. പല സ്ഥലത്തുനിന്നും ഞാൻ പ്രൈവറ്റ് ബസ് മാത്രമുള്ള മേഖലകളിൽ നിന്ന് വണ്ടി മാറിക്കൊടുത്തപ്പോൾ പലരും പറഞ്ഞ് പ്രൈവറ്റ് ബസ്സുകാരെ സഹായിക്കാനാണെന്ന്. പക്ഷേ അതല്ല. ആളുകൾക്ക് വണ്ടി, കോവിഡിന് ശേഷം വണ്ടി കിട്ടായിരുന്ന സർവ്വ വഴികളിലും ഇടവഴികളിലും നടവഴികളിലും വരെ ചെറിയ ബസ്സുകൾ വാങ്ങി ഓടിച്ചതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. നമ്മൾ ഏതാണ്ട് 80,000 കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ വർഷം 2023 ഓടിയത് 13,87,000 കിലോമീറ്ററാണ് ഒരു ദിവസം ഓടിയിരുന്നത്. ഇപ്പോൾ ഓടുന്നത് 13,86,000. അതായത് 87 നിന്ന് 86 കുറഞ്ഞു. അത് ഓടുന്ന കിലോമീറ്ററിൻ്റെ അളവ് കുറഞ്ഞു. ഡെഡ് മൈലേജ് കട്ട് ചെയ്തിരിക്കുകയാണ് ഇത് മുഴുവൻ. ഏതാണ്ട് 80,000 കിലോമീറ്റർ ഞാൻ മന്ത്രിയായിട്ട് വന്നതിന് ശേഷം, ഞങ്ങൾ പ്രമോദ് ശങ്കർ CMD ആയതിനു ശേഷം വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഡെഡ് മൈലേജ് അവർ കുറച്ചിട്ടുണ്ട്. ആ ഡെഡ് മൈലേജ് കുറച്ച സ്ഥലത്താണ് ഈ വണ്ടി ഓടുന്നത്. പുതിയ വണ്ടി ഓടുന്നതും അതിനകത്ത് തന്നെയാണ്. നമ്മുടെ സൂപ്പർ ഡീലക്സ് വണ്ടികൾ ഓടുന്നതും അതിനകത്ത് തന്നെയാണ്. തമിഴ്നാട്ടിലേക്ക് നമ്മൾ ഏതാണ്ട് 82 വണ്ടികൾ അല്ലേ, തമിഴ്നാട് മന്ത്രിയുമായിട്ട് സംസാരിച്ചതിൻ്റെ പേരിൽ പുതിയതായി 82 വണ്ടികൾ തമിഴ്നാട്ടിലേക്ക് ഓടിക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ടും നമ്മൾ ഏതാണ്ട് 10,000 കിലോമീറ്റർ കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കുറച്ചാണ് ഓടിയിരിക്കുന്നത്. ഈ കുറച്ച് കിലോമീറ്റർ ഓടുകയും കൂടുതൽ വരുമാനം വരുത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ലാഭം വരുന്നു എന്നുള്ളതാണ്. ഇത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ലാഭത്തിലായി എന്നും പറഞ്ഞ് ധനകാര്യ വകുപ്പും കാര്യങ്ങളും നമ്മളെ പിടിക്കും, ഒന്നും തരാതിരിക്കാനുള്ള പരിപാടി നോക്കും. പക്ഷേ ഗവൺമെൻറ് നൽകുന്ന സഹായം, ശമ്പളത്തിൻ്റെ കാര്യത്തിൽ, മറ്റു കാര്യങ്ങളിൽ ഗവൺമെൻറ് വണ്ടി വാങ്ങുന്ന കാര്യത്തിൽ നൽകുന്ന സഹായം, അതൊക്കെ ധനകാര്യ വകുപ്പും കേരള സംസ്ഥാന സർക്കാരും നൽകിയ ഒരു പിന്തുണയാണ് ഇതിനെ രക്ഷിക്കുന്നത്. ചുമ്മാ കാശ് കിട്ടിയിട്ട് കാര്യമില്ല, അതിനെ കൃത്യമായി അവർ മാനേജ് ചെയ്തു. വെറുതെ കാശ് കിട്ടും. ഇപ്പോൾ സർക്കാർ വെറുതെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ 10,000 കോടി രൂപയാണ് ഇടതുമുന്നണി സർക്കാർ, 10,000 കോടിയിലധികം രൂപ ഇതുവരെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അതിൻ്റെ റിസൾട്ട് നമ്മൾ മെച്ചപ്പെട്ടു. അതാണ് അതിൻ്റെ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെന്നല്ല, കേരളത്തിലും ഇന്ത്യയിലും തന്നെ ടോട്ടൽ ഡിജിറ്റലൈസേഷൻ കൊണ്ടുവന്ന ആദ്യത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നമ്മളായിരിക്കും. നമ്മുടെ ഷെഡ്യൂളുകൾ വരെ ഇപ്പോൾ AI അസിസ്റ്റഡ് സോഫ്റ്റ്വെയറാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ കൺസെഷൻ കൊടുത്തു 2024-25. 2025-26 ആയപ്പോൾ അവർക്ക് ഡിജിറ്റൽ കാർഡ് കൊടുത്തു. മറ്റേ പേപ്പർ കാർഡുമാക്കി ഡിജിറ്റൽ കാർഡാക്കി. അതുപോലെ നമ്മൾ പാസഞ്ചർ കാർഡ് ഇറക്കി. പാസഞ്ചർ കാർഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 4,85,000 കാർഡുകൾ ഓൾറെഡി വിറ്റ് കഴിഞ്ഞു. 5 ലക്ഷം കാർഡ് അടിച്ചതാണ്. ഡിമാൻഡ് വളരെ കൂടുതലാണ്. 15 ലക്ഷം കാർഡ് കൂടി ഇറക്കാൻ പോവുകയാണ്. ഈ 4,85,000 കാർഡിലൂടെ 6 കോടി രൂപ അഡ്വാൻസായിട്ട് കളക്ട് ചെയ്യാൻ KSRTC കഴിഞ്ഞിട്ടുണ്ട്. 6 കോടി രൂപ. ഇനി 15 ലക്ഷം കാർഡുകൾ കൂടി അടിക്കാൻ കൊടുത്തിരിക്കുകയാണ്. അതിൽ 7 ലക്ഷം കാർഡുകൾ അടിക്കാനുള്ള വർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. കാരണം ജനങ്ങൾ കാർഡിന് വലിയ ഡിമാൻഡാണ്. പിന്നെ ഗൂഗിൾ പേ അടക്കമുള്ള പേയ്മെൻറ്റ് സിസ്റ്റങ്ങളെല്ലാം എടുക്കുന്നു. പിന്നെ റൂട്ടുകളും ട്രിപ്പുകളും എല്ലാം ശാസ്ത്രീയമായി, അനാവശ്യമായി ഓടുന്ന സമയത്ത് വണ്ടി നിർബന്ധമായ ആളില്ലാത്ത വണ്ടികൾ അങ്ങ് നിർത്തുകയാണ്, അവിടെ ഓഫ് ചെയ്തിടുകയാണ്. അവിടെ ഇട്ടിട്ട് അടുത്ത വൈകിട്ടാകുമ്പം ആ പീക്ക് ടൈമിൽ ഓടിച്ചാൽ മതിയെന്ന് തീരുമാനിച്ച് അത്തരത്തിൽ ഓരോ വണ്ടിയും എടുത്ത് നമ്മൾ മാനേജ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഈ AI അസിസ്റ്റഡ് സോഫ്റ്റ്വെയറിൽ പോകുമ്പോൾ ഓരോ വണ്ടിയുടെയും ഡേറ്റ അറിയാൻ പറ്റും. പിന്നെ ഒരേ സമയത്ത് വണ്ടികൾ വരും. ഈ ബഞ്ചിങ് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു AI സോഫ്റ്റ്വെയർ, അത് തികച്ചും അഭിമാനത്തോടെ പറയാം, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം ഉണ്ടോയെന്ന് നമുക്കറിയില്ല. ഇങ്ങനൊരു കാര്യം ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു, എങ്ങും കിട്ടാനില്ല. അങ്ങനെ ഞങ്ങളൊരു പരസ്യം ചെയ്തു, ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തരാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? 4-5 കമ്പനികൾ വന്നു. അവരെ സോഫ്റ്റ്വെയർ ഞങ്ങൾ തന്നെ കണ്ടു. അതിൽ നിന്ന് ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ നമ്മൾ എടുക്കുകയായിരുന്നു. വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ആ സോഫ്റ്റ്വെയർ കിട്ടി. അത് ഇനി ഇന്ത്യയിലെ എല്ലാ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും എടുക്കും. ഇതുവരെ ആരും എടുത്തിട്ടില്ല. നമ്മളെടുത്ത് വിജയിച്ചു എന്നുള്ളതുകൊണ്ട് ഇനി എല്ലാവരും എടുക്കും. ഇത് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു സ്വപ്നമാണ്. ഇങ്ങനെ ചെയ്താൽ നഷ്ടം കുറയുന്ന സ്വപ്നം കണ്ടു. അപ്പോൾ ഇവർക്ക് ആർക്കും ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഒരു വിശ്വാസം പോരാ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്. പരസ്യം ചെയ്ത് പ്രസൻറ്റേഷൻ വന്നപ്പോഴാണ് ഓഫീസർമാരെല്ലാം ഇത് കാണുന്നത്. അവരപ്പം ഞെട്ടിപ്പോയി, ഇങ്ങനെ പറ്റുമോ
എന്നുള്ളതാണ്. അത് പറ്റുമെന്ന് ഞങ്ങൾ തെളിയിച്ചു. അത് വാങ്ങി, അത് ഇപ്പം നിങ്ങൾക്ക് അന്ന് ദിവസം നമ്മൾ കൺട്രോൾ റൂമൊക്കെ ഉദ്ഘാടനം ചെയ്തു, നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കൺട്രോൾ റൂമിൽ നിന്ന് വളരെ നല്ല മികച്ച ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്.